അരുവിത്തുറയുടെ ആത്മചൈതന്യമേ, അശ്വാരൂഢനായി വാഴും സഹദായേ, ആ ദിവ്യപാദങ്ങൾ. ജീവിതയാത്രയിലെ പ്രതിസന്ധികളിൽ ദിവ്യസന്നിധിയിൽ നിന്നും പരിഹാരം കണ്ടെത്തുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദ. അരുവിത്തുറയുടെ ആത്മചൈതന്യമേ, സ്വന്തം കുടുംബത്തിലെ കാരണവസ്ഥാനത്ത് കണ്ടുകൊണ്ട് അരുവിത്തുറയിലെ വിശ്വാസികൾ വിളിച്ചു, വല്യച്ഛൻ, അരുവിത്തുറ വല്യച്ഛൻ. തിന്മയുടെ സകല ശക്തികൾക്കുമെതിരായി ദൈവത്തിരുമുമ്പിൽ യാചിക്കുന്ന ശക്തനായ മധ്യസ്ഥനാണ് അരുവിത്തുറ വല്യച്ഛൻ. കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് അരുവിത്തറ. ക്രിസ്തു വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇവിടെ ക്രൈസ്തവ സമൂഹം ഇവിടെ വന്ന് ഇവിടെ രൂപം കൊണ്ടതാണ്. തോമസ് ലീഹ 3 പ്രേക്ഷിത പര്യടനങ്ങളാണ് നടത്തിയിട്ടുള്ളതായിട്ട് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പ്രേക്ഷിത പര്യടനത്തിലാണ് 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രേക്ഷിത പര്യടനം തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലായിരുന്നു. മൂന്നാമതായിട്ടുള്ള പ്രേക്ഷിത പര്യടനത്തിൽ വന്നപ്പോഴാണ് മലയാറ്റൂര്, അരുവിത്തറ തുടങ്ങിയുള്ള ഭാഗങ്ങളിലൂടെ കടന്നുപോയത്. അപ്പോൾ ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ തോമസ് ലീഹ ഇവിടെ വരികയും ഒരു കുരിശ് ഇവിടെ അരുവിത്തറ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് പാരമ്പര്യം. വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചത് മുതൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് തീർത്ഥാടക പ്രവാഹം തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്ന് ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അരുവിത്തറ പള്ളി. ഈ അരുവിത്തറ പള്ളിയുടെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ വെള്ളിയാഴ്ചകളും വിശുദ്ധൻ്റെ പ്രസിദ്ധമായ അതിപുരാതനമായ ഈ രൂപം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് കരുതുന്നു. അതിൽ പ്രധാനമായിട്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും ധാരാളം ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള നേർച്ച കാഴ്ചകൾ, വിശുദ്ധ കുർബാന ചെല്ലിക്കുക, തിരികെത്തിക്കുക, നേർച്ച കാഴ്ചകൾ, മറ്റ് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ ഭക്തി പുരോഗമിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള മുഖ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് AD 151 സ്ഥാപിതമായ അരുവിത്തുറ സെയിൻറ്റ് ജോർജ് ഫൊറൈൻ ചർച്ച്. 1952 പുതുക്കിപ്പണിത ദേവാലയത്തിൽ വിശുദ്ധന്റെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പഴയ പള്ളിയുടെ മദ്ബഹയും അൾത്താരയും പുതിയ ദേവാലയത്തിനുള്ളിൽ അതേപടി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പതിനാറാം നൂറ്റാണ്ടിന് മുൻപുണ്ടായിരുന്ന പള്ളിയുടെ ഒരു കരിങ്കൽ ആർച്ച് ഇപ്പോഴുള്ള ദേവാലയത്തിന്റെ വടക്കുവശത്തെ ഭിത്തിയോട് ചേർത്ത് സ്ഥാപിച്ചിട്ടുള്ളതായും കാണാം. മണ്ണിനടിയിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില ശിലാലിഖിതങ്ങളാണ് 1929 പണിപൂർത്തിയാക്കിയ വൈദിക മന്ദിരത്തിന്റെ ഭിത്തിയിൽ പതിച്ചിട്ടുള്ളത്. പ്രാചീന മലയാള ഭാഷയിലെ വട്ടെഴുത്ത് ലിപികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
14-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കലിൽ നിന്നും ഒരു കുടിയേറ്റം ഈ പ്രദേശത്തേക്ക് ഉണ്ടായപ്പോൾ അവർ പൂജ്യമായി കരുതിയിരുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും അവരിവിടെ കൊണ്ടുവന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് അവർ അത് കൈമാറി. അന്നൊന്നും വിശുദ്ധ ഗീവർഗീസിനോട് ആ നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഭക്തി ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ 16-ാം നൂറ്റാണ്ടായപ്പോൾ കേരളത്തിലാകെ ഗീവർഗീസ് സഹദായോടുള്ള ഭക്തി പ്രചരിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായി അന്ന് ഈ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപം ഉണ്ടായിരുന്നു. അത് വലിയൊരു നിധിയായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ കരുതി അവർ ആ വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവിടെയുള്ള ജനങ്ങൾക്ക് വിശുദ്ധനോടുള്ള ഭക്തി വളരെ വലുതായിരുന്നു. കാരണം അവർ വിശുദ്ധനെ കരുതിയിരുന്നത് തങ്ങളുടെ സംരക്ഷകനായിട്ടായിരുന്നു. അതായത് പല മേഖലയിൽ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം വിശുദ്ധ ഗീവർഗീസ് സഹദാ നൽകിയിരുന്നു എന്ന് അവർ വിചാരിച്ചിരുന്നു, അത് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ വിശുദ്ധ ഗീവർഗീസ് സഹദായെ സ്നേഹത്തോടെ വല്ലിച്ച എന്ന് വിളിക്കുന്നത്. അരിയുത്ര വല്ലിച്ച എന്നാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം വിശുദ്ധനെ വിളിക്കുക. അരിയുത്ര വല്ലിച്ചൻ്റെ തിരുനാൾ ആഘോഷം എന്നാണ് അറിയപ്പെടുകയും ചെയ്യുക. അരുവിത്തുറ വല്യച്ചനിൽ നിന്നും ലഭിച്ച നിരവധിയായ അനുഭവങ്ങൾ ഇപ്പോഴും പഴയ തലമുറയുടെ ഓർമ്മത്താളുകളിൽ അവ്യക്തമായിട്ടാണെങ്കിലും തെളിയുന്നുണ്ട്. ഗീവർഗീസ് പുണ്യാളൻ ഒരുമാതിരി എല്ലാവരെയും സഹായിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് കിട്ടിയ അനുഭവം. ഞാനൊരു എൻ്റെ ഇളയ മകൾക്ക് സ്വല്പം മരുന്ന് മേടിക്കാൻ ഈ പുള്ളിക്കൽ ഡോക്ടറുടെ ആശുപത്രി വന്നു. അപ്പോൾ ഏതാണ്ട് 11 മണി രാത്രിയോടുമായി അയാൾ പിടിയുന്നുണ്ടായ ഒരു അസുഖം വയറ്റുവേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരം പാതിരാണ് ഞാൻ പോവുകയാണ്, വെളുത്തിട്ടാണ് പോരാ എന്ന് പറഞ്ഞു. അതുവരെ നിന്നാൽ ശരിയാവില്ലെന്നും കൊണ്ട് ഞാൻ ഡോക്ടറുടെ ആശുപത്രി മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് എന്നെ വേണ്ടില്ല ഞാൻ ഇനി എല്ലാം ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം കുതിരയുടെ കാലത്തെ കേട്ടു. തിരിഞ്ഞ് നോക്കുമ്പം വലിയൊരു കുതിരപ്പുറത്ത് പയ്യെ ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞാനത് നോക്കി നിന്ന് നേരം കണ്ട് വലിയ ഇപ്പോഴത്തെ കവലയിലായി. അപ്പം കുതിരയൊക്കെ അന്ന് ഇവിടെ ഈ വൈകിട്ട് രാത്രി വിളക്കോ വെട്ടോ ലൈറ്റോ ഒന്നുമില്ല, മൂടലാമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിരയൊക്കെ നല്ല പ്രകാശമായിട്ട് കാണാം, വെളുത്തിനെ കാണാം. അന്നേരം പ്രത്യേകം വെളുത്തിനുള്ളത് തലയിലൊരു ചട്ടിത്തൊപ്പി ഉണ്ട്. അല്ലാതെ കുതിരയുടെ കയറ് ഇടത്തെ കയ്യിൽ ഉണ്ട്, അതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുതിര ചാടി. അപ്പോൾ ആ തിരിഞ്ഞ രീതിയിൽ നിന്ന് വെള്ളിത്തന്നെ ഇങ്ങനത്തെ ഈ ഭാഗം കാണാതെ ശരിക്കും ഭാഗം കാണാൻ പറ്റിയില്ല. അങ്ങനെ വെള്ളിലേക്ക് പോവുകയും ചെയ്തു. മാത്രം എഴുന്നപ്പം ഈ പേട്ടയിലുള്ളൊരു മുഹമ്മദിയെ കൊച്ച് എൻ്റെ ഒന്ന് ചേട്ടൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഒരു ജീപ്പ് വേണം, എനിക്ക് വീട്ടിൽ പോകണം, ഒരു രോഗിയെ കൊണ്ടുവരണം. വണ്ടിയെല്ലാം പോയില്ല, എല്ലാവരും വീട്ടിലും പോയി, വണ്ടിയില്ല. ചേട്ടൻ ഇവിടെ നില്ല, ഞാൻ അക്കരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ വടക്കേക്കരയ്ക്ക് പോയി. വടക്കേക്കര തന്നെ ഒരു 10-15 മിനിറ്റോളം ആയപ്പം അവരൊരു ജീപ്പും വിളിച്ചുകൊണ്ട് വന്നു. എന്നത്തേന് രോഗിക്കെല്ലാം സ്വല്പം ആശ്വാസമായി. എന്നെ കാണുന്നവർ പറഞ്ഞു ഇനി ഇത്രയും നേരമായില്ല, ഇനി നേരം വെളുത്തിട്ട് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞു. എല്ലാം സമാന്തരമായി എൻ്റെ കൂടെ വന്നതിനെ ജീപ്പും കൊടുത്ത് ഞാൻ പേടയ്ക്കും വിട്ടു. നേരം വെളുത്തപ്പോഴത്തേന് സുഖമെല്ലാം പകുതി മെച്ചം കുറവായി. പിന്നെ 2 ദിവസം കഴിഞ്ഞ ആശുപത്രിയിൽ കൊണ്ടുപോയി. അരുവിത്തുറ പള്ളി നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്ത 101 വയസ്സുള്ള ദേവസ്യ ചേട്ടൻ വല്യച്ചനെ സ്മരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഈ പള്ളിയുടെ ഇടയ്ക്കുള്ള മുഴുവനും ഉറുമ്പ് വന്ന് കയറിക്കൊണ്ടിരുന്നു. ആ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഉറുമ്പ് അരിപ്പിക്കും. പിന്നെ ഞാൻ പല പണിയും നോക്കി ഞാൻ അകത്തുനിന്ന്
മുഴുവൻ കിളച്ച് അവിടെ പൊട്ടിച്ചെടുത്ത് കൊണ്ട് മുഴുവൻ മണ്ണ് ഇട്ടടച്ചെല്ലാം വെച്ചു. എത്രയായിരുന്നാലും പോകില്ല. ഇത് വെച്ചിട്ട് അമ്മയുടെ വക നേർച്ച ഒരു ഉറുമ്പിനെ പണിപ്പിച്ച് കൊടുക്കാവുന്ന. പിറ്റേ ദിവസം ഈ ഉറുമ്പിൻ്റെ മുട്ട ഇതിലായിട്ട് തിന്നക്കൊലയില്ല പള്ളി. അതോടുകൂടി ഉറുമ്പ് പോയി. ഇടവകയിലെ ഏറ്റവും പ്രായം ചെന്ന ദേവസ്യ ചേട്ടന്റെ അരുവിത്ര വെല്ലിച്ചനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ സ്വന്തം മകനായ ജോർജ് സെബാസ്റ്റ്യനിലൂടെ തുടരുകയാണ്. പള്ളി നിർമ്മാണത്തെക്കുറിച്ച് ചില ഓർമ്മച്ചീന്ത്. പള്ളിക്കല ഒരു പിരിവ് വിട്ടായിരുന്നു. പിരിവിട്ടിട്ട് പിരിച്ചില്ല. മുതലാളിമാർ എന്നാൽ പിരിവ് വേണ്ടെന്ന് പറഞ്ഞു. അവർ കാശ് കൊടുത്തില്ല. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കുറേശ്ശെ കാശ് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ കാശ് കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പോരാത്തത് അരമനയും തന്നായിരുന്നു തോന്നുന്നു. 7,000 രൂപ കടം മേടിക്കാതെ വെച്ചു. അത് വന്ന് കുഞ്ഞിച്ചേട്ടൻ മറ്റായിരുന്നു ഏറ്റിരുന്നു തരാമെന്ന്. അത് തന്നില്ല. അവരുടെ മുതലാളിപ്പാട്ട് പോയതുകൊണ്ട് അത് പിന്നെ അരമനയും തരികയില്ല 7,000 രൂപ. ഇവിടെ നിന്നും നിരവധി ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ഹൈ റേഞ്ച് ഭാഗങ്ങളിലേക്കൊക്കെ പിന്നീട് പോവുകയുണ്ടായി. അവരെവിടെയൊക്കെ ചെന്നു അവിടെയെല്ലാം വിശുദ്ധ ഗീവർഗീസിൻ്റെ അല്ലെങ്കിൽ അരിയത്ര വല്യച്ഛൻ്റെ വിശ്വാസം, അരിയത്ര വല്യച്ഛനോടുള്ള വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും വർഷത്തിലൊരിക്കൽ ഇവിടെ എത്തുകയും പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തുകയും വിശുദ്ധനോട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വലിയൊരു ജനാവലിയാണ് പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക. പ്രത്യേകിച്ച് വിശുദ്ധൻ്റെ തിരുനാൾ ഏപ്രിൽ 15 ആരംഭിച്ച് മെയ് 2 അവസാനിക്കുകയാണ്. തീയതി വൈകുന്നേരമാണ് വിശുദ്ധ ഗീവർഗീസ് സഹിതായുടെ തിരുനാളനുബന്ധിച്ചുള്ള കൊടിയേറ്റ് നടത്തപ്പെടുക. അതിനുശേഷം ദേവാലയം ചുറ്റി ജപമാല പ്രദക്ഷിണം നടത്തുന്നു. അതിലെ ഇടവാക്കാരെല്ലാവരും ഭക്തിപൂർവ്വം പങ്കുചേരുകയാണ്. കാരണം വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ നാമത്തിലുള്ള പള്ളി ആദ്യ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് ഈ ജപമാല പ്രദക്ഷിണം നടത്തുക. വർഷത്തിലൊരിക്കൽ മാത്രമാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രധാന അൾത്താരയിൽ നിന്നും പുറത്തേക്ക് സംഭവിക്കുക. അതിനൊരുക്കമായി 22 തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട വികാരീസിനും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 വികാരിമാരും കോളേജിൻ്റെ ചാർജുള്ള പ്രിൻസിപ്പൽ അച്ഛനും ചേർന്ന് ആ രൂപം പ്രധാന അൾത്താരയിൽ നിന്നും പുറത്തേക്ക് സംഭവിക്കും. അതിനുശേഷം വീഞ്ഞിൽ പ്രത്യേകമായി വിശുദ്ധൻ്റെ രൂപം കുളിപ്പിക്കുന്ന പതിവ് ഉണ്ട്. 23 തീയതി രാവിലെ ബഹുമാനപ്പെട്ട വികാരിച്ചനും മറ്റച്ഛന്മാരും കൂടെ ചേർന്ന് രൂപം പുനഃപ്രതിഷ്ഠിക്കുകയാണ്. 23, 24, 25 തീയതികളാണ് ഏറ്റവും വലിയ തിരുനാൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുക. 23 തീയതിയാണ് അരുവിത്ര വെടിക്കെട്ട് നടത്തപ്പെടുന്നത്. 24 തീയതി വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രധാന തിരുനാൾ ദിനമാണ്. അന്നാണ് ഈ ദേവാലയം യഥാവിധി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുക. ഈ കൽപ്പന നൽകിയത് 1914 വർഷത്തിൽ 10-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ കൽപ്പന നൽകിയത്. ഈ കൽപ്പനയുടെ കോപ്പി ഇന്നും വല്യച്ഛൻ ശ്രീകോവിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 25-ാം തീയതി ഇടവക്കാരുടെ തിരുനാൾ ദിനമാണ്. പ്രത്യേകിച്ച് ഇടവക്കാരെ, അതുപോലെ തന്നെ ഈ പ്രദേശത്തു നിന്നും കടന്നുപോയിട്ടുള്ള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ പ്രത്യേകിച്ച് ഓർക്കുന്ന ദിവസമാണ് 25-ാം തീയതി. മെയ് 1 8-ാം ഇടം. അന്നും ആഘോഷമായ വിശുദ്ധ കുർബാനകൾ
ഇവിടെ നടത്തപ്പെടുന്നു. 23, 24, 25 തീയതികളിലും അതുപോലെ തന്നെ മെയ് 1-ാം തീയതിയും രാവിലെ 5:30 മുതൽ 1.5 മണിക്കൂർ ഇടവിട്ട് ഇവിടെ വിശുദ്ധ കുർബാനകൾ നടത്തപ്പെടുന്നു. ഏകദേശം 109 കുർബാനകളാണ് തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നത്. കുർബാന കേന്ദ്രീകൃതമായ ഒരു തിരുനാളാണ് അരുവിത്ര തിരുനാൾ, വല്യച്ഛൻ്റെ തിരുനാൾ. അതുപോലെ തന്നെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രധാനപ്പെട്ട തിരുനാളുകൾ വല്യച്ഛൻ മലയിലാണ്. 40-ാം വെള്ളിയും ദുഃഖവെള്ളിയും പുതുഞായറും ഏറ്റവും ഭക്തിപൂർവ്വം ഇവിടെയുള്ള ജനങ്ങൾ കൊണ്ടാടുകയാണ്. വല്യച്ഛൻ മലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു 6 വർഷം മുമ്പ് ഇവിടെ വികാരിയായിട്ട് ഫാദർ തോമസ് ഓവലിക്കൽ ഇവിടെ വന്നിരുന്നു. അച്ഛന് ഈ ഇടവകയിലെ വീടുകളെല്ലാം സന്ദർശിച്ച് വെഞ്ചരിച്ചതിന് ശേഷം അച്ഛന് തോന്നിയിരിക്കുന്ന അഭിപ്രായം എന്താണ്, ഈ ഇടവകയെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അച്ഛനോട് ചോദിച്ചു. അച്ഛനോട് ചോദിച്ച അവസരത്തിൽ അച്ഛൻ പറഞ്ഞു, ഈ പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഒന്നിലധികം പേര് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കുവാൻ സൗകര്യമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുടെ സ്ഥിതി അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു 10-30 വീട് വെച്ച് ഈ പാവപ്പെട്ട ആളുകളെ സൗജന്യമായിട്ട് നമുക്ക് പാർപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഒരു അവസരത്തിൽ അച്ഛന് എവിടെ നമുക്ക് ഈ സ്ഥലം കിട്ടും എന്നുള്ളതിനെപ്പറ്റി ചോദിക്കുകയും ഞാൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അരുവിത്ര വല്യച്ഛൻ മലയുടെ സ്ഥലം ഞാൻ അച്ഛനെ ആദ്യമായി കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പം വീട് വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു മലയായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വരുത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതാണെന്ന് അച്ഛന് തോന്നി. അങ്ങനെയാണ് ഈ വല്യച്ഛൻ മല അവിടെ സ്ഥാപിക്കുന്നതിനിടയായത്. എന്നാൽ പ്രധാനപ്പെട്ട ഈ വീടുകൾ വയ്ക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. പാവപ്പെട്ടവർക്ക് ഒരു 10-20 വീട് വളരെ ഭംഗിയായി ഒരു 3 ലക്ഷത്തിൽ പരം രൂപ ചെലവ് ചെയ്ത് ഭംഗിയായ ഒരു 20 വീടുകൾ പണിത് പാവപ്പെട്ട ആളുകൾക്ക് അവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് യാതൊരു തുകയും ഈടാക്കുന്നില്ല. വല്യച്ഛൻ മല വിശ്വാസികൾക്ക് കണ്ണിന് കുളിർമയും ത്യാഗപൂർണമായ പ്രാർത്ഥനാന്തരീക്ഷവും ഒരുക്കുന്ന പാരിസ്ഥിതിക തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച തോറും ജപമാല റാലിയും സ്ലീവാപാതയും വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നു. ഇവിടെ പ്രാർത്ഥനാ ചൈതന്യത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കിണർ, ഈശോയുടെ ഗെത്സമേൻ പ്രാർത്ഥന, കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ, 3 വിശുദ്ധർ കവാടം, പഴയ അരുവിത്തുറ പള്ളിയുടെ പുനഃസൃഷ്ടി, മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ്, 40-മര കുരിശ്, വല്യച്ഛൻ പള്ളി, പിയാത്ത, തിരുകബറിടം, യൗനാൻ പ്രവാചകനും തിമിംഗലവും, 107 അടി ഉയരമുള്ള മഹാകുരിശ്, മലയിൽ പഠിപ്പിക്കുന്ന ഈശോ,
ഉത്ഥിതനായ യേശു, വല്യച്ചൻ ഗ്രാമം, വല്യച്ചൻ കാനനം. എല്ലാ തരത്തിലും വല്യച്ചൻമല ആകർഷകമായ ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് വിശുദ്ധനോടുള്ള ഭക്തി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. അന്നേ ദിവസം നിരവധി ആളുകൾ ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നു. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധിയോടെ കുർബാന സ്വീകരിക്കുവാനുള്ള അവസരം ഈ ദേവാലയം ഒരുക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും, ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ വൈകുന്നേരം 5:30 വരെയും കുമ്പസാരിക്കാനുള്ള അവസരം ഇവിടെ നൽകുന്നുണ്ട്. ഒത്തിരിയേറെ വൈദികർ ഈ സമയങ്ങളിൽ ഇവിടെ കുമ്പസാരത്തിന് വേണ്ടി എത്തുന്നു. നിരവധി ആളുകൾ കുമ്പസാരിച്ച് പാവമോചനം നേടി വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം നേടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച നമുക്കും സന്തോഷം പകരുന്ന ഒരു വസ്തുതയാണ്. എനിക്ക് വലിയ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൾക്ക് നേഴ്സിംഗ് പോകാൻ മാർഗ്ഗമില്ലായിരുന്നു. എന്നിട്ട് വിളിച്ചോട് പ്രാർത്ഥിച്ച് നോവേന കൂടിയതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നേഴ്സിങ്ങിന് പോകാനും അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാനും എനിക്ക് ഒരു സാറിനെ സഹായിച്ചു. അതുപോലെ എൻ്റെ ശരീരം മൊത്തം നീരായിരുന്നു. എനിക്ക് കിഡ്നിക്ക് തകരാറാണെന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു. പല ഡോക്ടർമാരും പറഞ്ഞു കിഡ്നിയുടെ തകരാറാ, തൈറോയിഡിൻ്റെ കുറവാണ്, ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പരിശോധിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ വെല്ലിച്ചനോട് ആരാധന കൂടി നോവേന കുരിശിൻ്റെ വഴി കൂടിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ നേരത്തെ നീരൊക്കെ പോയി. എനിക്ക് വീടില്ലായിരുന്നു. ഞാൻ വെല്ലിച്ചനോട് ഇന്ന് എനിക്കൊരു വീട് തരാമോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കായിരുന്നു. അങ്ങനെ എനിക്ക് വെല്ലിച്ചൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു വീട് തന്ന് വെല്ലിച്ചനെ അനുഗ്രഹിച്ചു. എന്ത് പ്രാർത്ഥിച്ചാലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും വെല്ലിച്ചൻ ഞങ്ങൾക്ക് ഫലം തരുന്നുണ്ട്. എനിക്ക് 5 വർഷമായിട്ട് എൻ്റെ കക്ഷത്തിലൊരു നീര് വന്നു. ഒരുപാട് ചികിത്സകളും വില കൂടിയ കുഴമ്പുകളൊക്കെ തേച്ചിട്ട് എനിക്ക് സൗഖ്യമായില്ല. ഞാൻ വെല്ലിച്ചൻ മലയിൽ 25 വെള്ളിയാഴ്ച കയറിയപ്പോഴത്തേനും എൻ്റെ ആ കക്ഷത്തിലെ നീര് മുഴുവനും പോയി. എൻ്റെ കൈ പൊക്കാനും ആ കൈ കൊണ്ട് ജോലി ചെയ്യാനും ഒക്കെ സാധിച്ചു. എൻ്റെ മകന് TV വന്ന് കൂടിപ്പോയി. അവന് ശങ്കിനകത്ത് വെള്ളമൊക്കെ കെട്ടി ഒരുപാട് പൈസയെല്ലാം ചിലവാക്കി. ഞാൻ വെല്ലിച്ചിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച്, എൻ്റെ കുഞ്ഞും വന്ന് പ്രാർത്ഥിച്ച്, അവൻ നോവേനയും കൂടി അവൻ്റെ അസുഖങ്ങളെല്ലാം നിസ്സാരമായിട്ട് സൗഖ്യമായി. ഇപ്പം എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അവൻ ആരോഗ്യ ഉന്മേഷത്തോടു കൂടി ഒരു കുഴപ്പമില്ല ജോലി ചെയ്യുന്നുണ്ട്. വെല്ലിച്ചൻ ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ചെയ്യുന്നുണ്ട്. എൻ്റെ അസ്ഥികൾ മൊത്തം ക്ഷയിച്ച് കുഞ്ഞു പിള്ളേരുടെ രീതിയിലാകുന്ന ഒരു രോഗത്തിനുടമയായിരുന്നു ഞാൻ. 3 വർഷമായി ഈ രോഗത്തിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അരുവിത്തറ പള്ളിയിൽ കുർബാന കൗണ്ടറിൽ കുർബാന പണം സ്വീകരിക്കുന്നതിനായി ഇവിടെ ഒരു ജോലി ചെയ്യുവാൻ വികാരി അച്ഛൻ എന്നെ ഇവിടെ നിയമിച്ചത്. അങ്ങനെ ഞാൻ ഈ കുർബാന കൗണ്ടറിൽ ഇരുന്നുകൊണ്ട് വേദനയൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ ഈ കുർബാന പണം മേടിച്ച് 1 വർഷമായി ജോലി ചെയ്യുകയാണ്. ഈ ഇടയ്ക്കാണ് ഇവിടെ പറഞ്ഞത് വെല്ലിച്ചൻ മലയിൽ എല്ലാ ദിവസവും വിയാസാഗ്രയ്ക്ക് പോകുന്ന വിവരം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമുണ്ട്. എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സിസ്റ്ററിൻ്റെ അസ്ഥികളെ സംരക്ഷിച്ചാൽ മാത്രമേ ചെറുപ്രായത്തിൽ കട്ടിൽമേ കിടക്കാതെ നടന്ന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. തന്മൂലം ഞാൻ വെല്ലിച്ചൻ മലയിൽ പോകുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറപ്പായി. എൻ്റെ മനസ്സിൽ ഞാൻ പോയാൽ കട്ടിൽ കിടന്നു പോയെങ്കിലോ എന്നെൻ്റെ ഓർമ്മ. പിറ്റേ ദിവസം തന്നെ ഞാൻ 3 ദിവസം കട്ടിൽമേലായിപ്പോയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും കൗണ്ടറിൽ ഇരുന്നപ്പോഴാണ് ഇവിടെ ഓരോ
കൂട്ടം സിസ്റ്റേഴ്സിനും പ്രത്യേകം ഓരോ ദിവസം വെല്ലിച്ചമലയിൽ പോകുവാൻ തീരുമാനമെടുത്തത്. അങ്ങനെ SABSൻ്റെ ദിവസം വന്നപ്പോൾ ഞാൻ പോയി. അന്ന് പോയപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയ ഒരു അനുഭവത്തോടു കൂടി ആ വെല്ലിച്ചമലയുടെ പള്ളിയിലിരുന്നു കൊണ്ട് ഞാനൊരു നേർച്ച നേർന്നു. ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ പെൺകുട്ടികൾ അധികം പേർ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിലേക്ക് എൻ്റെ വെല്ലിച്ച ഒത്തിരി പെൺകുട്ടികൾ വന്ന് ഞങ്ങളുടെ സഭയെ ഉയർത്താൻ വേണ്ടി ഒരു നേർച്ച നേർന്നു. ഒരു 10 കുട്ടികളെയെങ്കിലും കിട്ടണം, അതിനുവേണ്ടി ഞാൻ 10 ദിവസം ഈ വെല്ലിച്ചമലയിൽ വരുമെന്ന്. അങ്ങനെ ഞാൻ ഓരോ ദിവസവും കയറി 8 ദിവസമായപ്പോൾ എനിക്ക് വീണ്ടും ഒരു പർലോങ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന വർക്കിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനോട് നേർച്ച നേർന്നു, പക്ഷേ എനിക്ക് 2 ദിവസം കൂടി പോയി ഈ നേർച്ച നിറവേറ്റണം, അതിനുള്ള ശക്തി മാത്രം കിട്ടണം. ഈ 10 ദിവസവും രാത്രിയുടെ യാമത്തിലൊക്കെ ഒത്തിരിയേറെ വേദനിച്ചു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ, എൻ്റെ നേർച്ച ഒന്ന് നിറവേറ്റി കിട്ടാൻ എനിക്കൊരു ശക്തി തരണം. അങ്ങനെ ഞാൻ വേദന കർത്താവിനോട് മാത്രം പറഞ്ഞ് 8 ദിവസം കടത്തിവിട്ടു, 9 ദിവസം കടത്തിവിട്ടു. വേദന വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും നേർച്ച നിറവേറ്റിയില്ല എങ്കിൽ എനിക്കിനി ഒരിക്കലും ഈ 9 ദിവസം പോകാൻ പറ്റുകയില്ല. മരിച്ചാൽ മരിക്കട്ടെ എന്ന വിചാരത്തോടു കൂടി ഞാൻ 10-ാം ദിവസം മല കയറാൻ പോയി. മുകളിൽ ചെന്നപ്പോൾ എനിക്ക് ആരോടും വർണ്ണിക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. വലിയ വിറകം കോൽ എങ്ങനെ നമ്മൾ പിടിച്ചോടിക്കാൻ ശ്രമിക്കുമോ അത്രമാത്രം ഒരു ബലം എൻ്റെ കൈകൾക്കും കാലുകൾക്കും കിട്ടി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവമേ, നിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കാനുള്ള ഒരു ശക്തിക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കാൻ ഒരനുഭവം വെല്ലിച്ചമലയിൽ നിന്നും വിശുദ്ധ ഗീവർഗീസ് സഹദാ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിച്ചു തന്നു. അതിന് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന് നന്ദി പറയേണ്ടത്? അതിന് ദൈവത്തിന് ഓരോ നിമിഷവും നന്ദി പറഞ്ഞ് സ്തുതിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരാം എന്ന് ഞാൻ പ്രതീക്ഷിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. അരുവിത്തുറ വെല്ലിച്ചൻ പുതുതലമുറയ്ക്കും സ്വന്തം കുടുംബത്തിലെ കാരണവരായിട്ട് തന്നെയാണ് സ്വീകരിക്കപ്പെടുന്നത്. തലമുറകളിലേക്ക് കൈമാറുന്ന തീക്ഷ്ണമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുകയാണ് അരുവിത്തുറ വെല്ലിച്ചൻ്റെ ഈ തീർത്ഥകേന്ദ്രം. പാലാ രൂപതയുടെ തന്നെ തലപ്പള്ളിയായിട്ടാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. AD 51-ാം നൂറ്റാണ്ടിൽ മിസ്റ്റർ തോമസ് ലീഗ സ്ഥാപിച്ച വഴിയോര കുരിശ് കിഴക്കൻ മലയിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളൊരു വെല്ലിച്ചമലയിൽ ഒരു 107 അടി, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു കുരിശും അതിനോട് ചേർന്ന ഒരു മലയും അതിൻ്റെ പ്രായശ്ചിത്തവും പരിഹാരവുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഗാമാരുടെ മുതൽ പല പുണ്യാളന്മാരുടെയും അപൂർവം തിരുശേഷിപ്പുകൾ അടങ്ങിയിരിക്കുന്ന ചുരുക്കം ചില പള്ളികളിൽ ഒന്നാണ് ഈ ദേവാലയം. അരുവിത്തുറ പള്ളിയിലെ കൊച്ചുനാൾ മുതൽ വല്ലിച്ചൻ്റെ ഒരു വലിയ ഭക്തനാണ്. ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം ഞങ്ങളുടെ വെല്ലിച്ചനാണ്. എന്നും ഞങ്ങളുടെ സ്മരണയിൽ മരിക്കുന്നവരെ അദ്ദേഹം ഉണ്ടായിരിക്കും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാം. വിശുദ്ധൻ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ആ വിശ്വാസത്തോടെ നമുക്ക് വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അരുവിത്തുറയുടെ ആത്മചൈതന്യമേ, അശ്വാരൂഢനായി വാഴും സഹദായേ, ആ ദിവ്യപാദങ്ങൾ തൊഴുതൊന്നു മുകരാൻ ആയിരങ്ങൾ കാത്തു കാത്തു നിൽപ്പൂ. അരുവിത്തുറയുടെ ആത്മചൈതന്യമേ, അശ്വാരൂഢനായി വാഴും സഹദായേ, ആ ദിവ്യപാദങ്ങൾ തൊഴുതൊന്നു മുകരാൻ ആയിരങ്ങൾ കാത്തു